സോ ഹേ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ആൻഡ് ദേ ജസ്റ്റ് വാഴ 2 കണ്ടിട്ട് വന്നേ ഉള്ളൂ. എനിക്ക് റിയലി ഇഷ്ടപ്പെട്ടു ഈ മൂവി. ഇതൊരു ഇതിപ്പോൾ കമ്പയർ ചെയ്യാൻ ലൈക്ക് അതേപോലത്തെ തന്നെ ഒരു പക്ക സാധനമല്ല, ബട്ട് കുറച്ച് ഒരു സീരീസ് കൈൻഡ് ഓഫ് മൂവിയാണ്. ഇപ്പം വാഴ വണ്ണിലാണെങ്കിൽ കുറച്ച് ഫണ്ണി എലമെന്റ്സ്, ഫസ്റ്റ് ഹാഫ് ഫുള്ളൊരു എന്റർടൈൻമെന്റ് റിലേറ്റബിൾ ഫണ്ണിയും കോമഡിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, പക്ഷെ ഇതൊരു സീരിയസ് മൂവി ആയിട്ട് എനിക്ക് കുറച്ച് ഫണ്ടിമെന്റ്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഇതൊരു സീരിയസ് കൈൻഡ് ഓഫ് മൂവിയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ആയിക്കോട്ടെ, സെക്കൻഡ് ഹാഫ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫ് ആണ്. ഓഫ് കോഴ്സ് വാഴ വണ്ണിലെ സെക്കൻഡ് ഹാഫ് നമുക്കറിയാം, കുറച്ച് ഇമോഷണലി കണക്ട് ആക്കുന്ന കുറേ എലിമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്തും ഉണ്ട്. ആൻഡ് ഇപ്പം പറയുകയാണെങ്കിൽ പിന്നെ ഹാഷിറിന്റെ ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്തു. ഹാഷിറിന്റെ ടീമിന്റെ ഒക്കെ ഒരു കുറച്ച് കോമഡി എലിമെന്റ്സ് ഒക്കെ അവര് ചെയ്യാൻ നോക്കിന്ന് പറഞ്ഞാൽ, ഈ മൂവി ഒരു എൻ്റർലി ഒരു ഇമോഷണൽ അല്ലെങ്കിൽ പോട്ടെ ഒരു സീരിയസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ സീരിയസ് ഒരു എലിമെന്റ് ആണ്. അപ്പോൾ അവർക്ക് ആ ഒരു കോമഡി എലിമെന്റ് ഭയങ്കര കുറവാണെങ്കിലും, പക്ഷെ ഇവരുടെ ആക്ടിങ് പരമായിട്ട് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ലൈക്ക് നമ്മൾ റീൽസ് കണ്ടാണെങ്കിൽ തന്നെ ഇവരുടെയൊക്കെ ഒരു കോമഡി സൈഡാണ് കണ്ടത്. പക്ഷെ ഇവരുടെ ആക്ടിങ് അല്ലെ ഒരു ഇമോഷണൽ കൈൻഡ് ഓഫ് രീതിയിൽ അവർ അഭിനയിച്ചിട്ടുള്ളത് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി അലന്, വിനായക, അജിന് ഒക്കെ ഒരു സെക്കൻഡ് ഹാഫിൽ അവരുടെ ഒരു ഇതായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ആഷിറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ആഷിറിന്റെ ഒരു മെയിൻ റോള് ഉണ്ട്. അത് ഇപ്പം എന്താ പറയാ, ഭയങ്കര റിലേറ്റബിൾ ക്യാരക്ടറാണ് ആഷിറിന്റെ ഒരു ഇതിനകത്തുള്ള. എന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്, 4 പേരുടെയും നല്ലൊരു റിലേറ്റബിൾ ക്യാരക്ടേഴ്സ് ആണ് ഇട്ടേക്കണം. പിന്നെ സീനിയർ ക്യാരക്ടേഴ്സ് ഇപ്പം ആക്ടേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം വിജയബാബു ആയിക്കോട്ടെ, നമ്മുടെ അൽഫോൺസ് പുത്രൻ ഉണ്ട്, പോലീസുകാരനായിട്ട് നമ്മൾ ട്രെയിലർ കണ്ടാണ്. സോ വിജയബാബുവിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഒരു ഹെയ്റ്റ് ഉള്ള ക്യാരക്ടറാണ്, പക്ഷെ നല്ല രീതിയിൽ പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട് റോള്. പിന്നെ അൽഫോൺസ് പുത്രൻ, ഇപ്പം വാഴവണ്ണിൽ ബേസിൽ ജോസഫ് ആണെങ്കിൽ അൽഫോൺസ് പുത്രൻ ആണ്. അതൊരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ് വന്നേക്കണേ. പക്ഷെ അൽഫോൺസ് പുത്രനും ഇതിനകത്ത് ചെയ്തേക്കണം, പക്ഷെ നല്ല രീതിക്കുണ്ട്. നല്ല ഒരു നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അവര്. മോശമായിട്ട് എനിക്ക് പറയാൻ ഒട്ടും എനിക്ക് പേഴ്സണലി ലാഗ് ഒന്നും അടുപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു വലിയ കോമഡി ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. കോമഡി ഭയങ്കര കുറവാണെന്നേ പറയത്തുള്ളൂ. പക്ഷെ സീരിയസ് കൈൻഡ് ഓഫ് മൂവിയാണ്. ഇപ്പം നമ്മുടെ ട്രെയിലർ കണ്ടുകൊണ്ട് ഒരു സ്കൂൾ ഫൈറ്റ് സീൻ, സ്കൂൾ കടാട്ടാണ് ഫസ്റ്റ് ഹാഫിൽ കാണിക്കണേ. സോ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര കെയോസ് നടന്ന ഒരു സീൻ. അതിൻ്റെ ഫസ്റ്റ് ഇന്റർവെല്ലിന് നമുക്ക് മുമ്പത്തെ കുറച്ച് സീൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ലൈക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും പോയി കാണണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഫോർ മീ, ഐ റിയലി ലൈക്ക് ദിസ് മൂവി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് പോയി കാണാം. ഫാമിലിയോടൊപ്പം പോയി കാണേണ്ട ഒരു മൂവി തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ ജനറേഷനിൽ പല സിനാരിയൊക്കെ നമുക്ക് കണക്ട് ആകും. ഫാമിലിയോടൊപ്പം പോയി കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കണക്ട് ആകും. ഇതൊക്കെയാണ് എനിക്ക് നോൺ സ്പോയിലർ ആയിട്ട് പറയാനുള്ളത്. ഇനിയും സ്പോയിലർ പറയാം. സ്പോയിലർ പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് കുറേ സീൻസ് ഉണ്ട് ഇവിടെ. എന്താ നമ്മുടെ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, ഒരു വിജയബാബുവിന്റെ ക്യാരക്ടർ ഭയങ്കര ഒരു കുത്തിത്തിരിപ്പായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു സാർ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന അതിന് കുറെ രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവരിപ്പം ഫണ്ണി മനസ്സ് ആഷിന്റെ എനിക്ക് പേഴ്സണലി മറ്റേ ക്ലാസ് റൂമിൽ വിജയബാബു എല്ലാവരുടെയും ഫോൺ പൊക്കുന്നതും, പിന്നെ കപ്പിൾസിന്റെ ഒക്കെ ലവേഴ്സ് ആയിട്ടുള്ള കപ്പിൾസിനെ ഒക്കെ പൊക്കുമ്പോൾ ഹാഷിന്റെ ഒരു അത് നല്ല ഒരു സീരിയസ് സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഹാഷിന്റെ ഒരു രീതി അത് ഭയങ്കരമായിട്ട് ഒരു കണക്ട് ചെയ്തു. ആ ഒരു കോമഡിയൊക്കെ നന്നായിട്ട് കണക്ട് ചെയ്തു. പിന്നെ പറയുവാണെങ്കിൽ തന്നെ കുറെ എലിമെന്റ്സ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫിനെ കൂട്ടും കൂടുതൽ സെക്കൻഡ് ഹാഫ് ആണ് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫിൽ ഇപ്പം നമ്മൾ കമ്പയർ ടു വാഴ വണ്ണ് പറയുകയാണെങ്കിൽ തന്നെ ബേസിൽ ജോസഫിന്റെ ഒരു എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പറഞ്ഞു കൊടുക്കുന്ന സീൻസ് ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഇപ്പം അൽഫോൺസ് പുത്രനും ഇവിടെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് ഇത് മെയിൻലി ഡ്രഗ്സിന്റെ ബേസിലാണ് പറയണേ. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നോൺ സ്പോയിലർ ഓൾറെഡി പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര കെയോസ് ആണ്. എന്തൊക്കെയോ ലൈക്ക് ഡ്രഗ്സ് ഒക്കെ ഇത് പക്ഷെ ഭയങ്കര കുറച്ച് ഇതായിപ്പോയി. നമ്മൾ വാഴവണ്ണിലാണ് അത്രയും ഇല്ലെങ്കിൽ തന്നെ ഒരു ഡീസന്റ് മൂവി ആയിരുന്നു വാഴവണ്ണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ ശരിയാണ്. അതിനകത്ത് ഇങ്ങനെ ആ ഒരു പെണ്ണ്, വാഴവണ്ണിനകത്താണ് ഒരു പെണ്ണ് ആയിരിക്കും ഇത് MDMA അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യണത്. പക്ഷെ ഇവരൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുള്ള രീതിയിൽ വരുമ്പോൾ അതൊരു ആക്ച്വലി നല്ല രീതിക്ക് എടുത്തു വെച്ചത്. ലൈക്ക് ഒരു നല്ലൊരു ലെസൺ പോലെയാണ് ഇവർ ചെയ്തു വെച്ചേക്കണേ. പിന്നെ സെക്കൻഡ് ഹാഫ് എനിക്ക് പറയാം പേഴ്സണലി, സെക്കൻഡ് ഹാഫ് ഈസ് വെരി എൻഗേജിങ് എന്ന് പറയാൻ പറ്റില്ല, പക്ക റിലേറ്റബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും പേഴ്സണലി ഉണ്ട്, കുറെ കൂട്ടുകാരന്മാർ പുറത്തുണ്ട്. ആൻഡ് ഇതൊക്കെ അവരുടെ ലൈഫും എന്ന് വെച്ചാൽ എല്ലാവരുടെയും ലൈഫും. ഇപ്പോൾ പലരും നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പം വാഴവണ്ണിനകത്ത് പ്ലസ് ടു കഴിഞ്ഞിട്ട് കോളേജിൽ പോയിട്ടുള്ള ഒരു
സംഭവമാണ് കൂടുതലും. പക്ഷേ ഇത് പ്ലസ് ടു കഴിഞ്ഞ് നേരെ അവർ എബ്രോഡ് പോകുന്നു. ഹാഷിർ മാത്രം ഇവിടെ നാട്ടിൽ നിൽക്കുന്നു. ബാക്കി എല്ലാവരും പല സ്ഥലത്ത്, രണ്ടുപേരും UK-യിൽ, ഒരാൾ ദുബായിൽ. അപ്പം അതൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആണ്. ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിയാം കുറേ പേര് പുറത്തുണ്ട്. സോ അതൊക്കെ ഭയങ്കര റിലേറ്റബിൾ സംഭവമാണ്. ഭയങ്കര ഇമോഷണൽ കാര്യമാണ്. ഇപ്പം സ്പോയിലറായിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ തന്നെ വാഴ 1 ഒരു ഫാദർ സൺ ബോണ്ടാണ്. ഇതൊരു കൈൻഡ് ഓഫ് ഒരു ബ്രദർ സിബ്ലിങ്സ്, അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ, ബ്രദർ ആ ഒരു കൈൻഡ് ഓഫ് ടീമാണ് ഇവർ കൊണ്ടുവരുന്നത്. പക്ഷെ ഓഫ് കോഴ്സ് വിനായകൻ്റെയും ലൈക്ക് ബിജു ചേട്ടൻ്റെയും അവരുടെ ആ ഒരു ഫാദർ സൺ, അത് എനിക്കത് ഭയങ്കര എന്താ ഭയങ്കര ഒരു കണക്ട് ചെയ്തു. ലൈക്ക് നല്ലൊരു, ഇപ്പം ബാക്കി എല്ലാവരും സിസ്റ്ററിൽ വരുമ്പോൾ പുള്ളിക്ക് ഇപ്പം വിനായക് ബ്രദർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ബട്ട് അത് നന്നായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഐ റിയലി ലൈക്ക് ദാറ്റ്. ഓഫ് കോഴ്സ് ലാസ്റ്റ് എന്തോ പ്രീ ക്രെഡിറ്റ് സീന്, ലൈക്ക് അവസാനത്തെ ഒരു ക്യാമിയോ റോള് വാഴ 1-ന്റെ ആൾക്കാർ കാസ്റ്റിംഗ് ക്രൂ ആയിട്ട് വന്നു. ഓ അയ്യോ, ദാറ്റ്സ് റിയലി നൈസ്. ഹാഷറിനെ ബാക്കപ്പ് ചെയ്തു. അത് പറയാണ്ടിരിക്കുക, അത് നല്ല രീതിയിൽ അവർ അവരുടെ. പക്ഷേ ഞാൻ ഒരു സീക്വലാണെന്ന് പ്രതീക്ഷിച്ച് വന്നത്. ലൈക്ക് ഒരു വാഴ 1-ന്റെ ഒരു സീക്വലായിട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ അവരുടെ എന്നുവെച്ചാൽ ഹാഷിറിൻ്റെ ടീമിൻ്റെയും കുറച്ച് സ്റ്റോറിയാണ് കാണിക്കുന്നത്. എന്നാലും ഐ തോട്ട് ലൈക്ക് ഇവരുടെ ലൈക്ക് വാഴ 1-ലെ ആൾക്കാരുടെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് കാണുമെന്ന് വിചാരിച്ചു. അത് പക്ഷെ ക്യാമിയോ ആയിട്ട് വന്നു. ബട്ട് അത് നന്നായിട്ടുണ്ടോ, ലൈക്ക് ഓവറും ആയില്ല. അവർ ആ ലാസ്റ്റിൽ ഹാഷിറിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ വന്നത് ഇസ് നൈസ്. പിന്നെ പക്ഷെ എനിക്ക് വാഴ 1-ന്റെ കുറച്ച് ലൈക്ക് അവരുടെ ഫാദേഴ്സ് ഉണ്ടല്ലോ വാഴ 1-ൽ, അവരെ എവിടേക്കോ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്കും കുറച്ച് റോൾ കൊടുത്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. സോ ഇതൊക്കെയാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എന്ന് വെച്ചാൽ വാഴ 1-ഉമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതൊരു ഫണ്ണി സീരിയസ് അല്ലെ, ഫണ്ണി ഒരു ഇമോഷണൽ റിലേറ്റബിൾ തിങ് ആണെങ്കിൽ ഇതൊരു സീരിയസ് ഇമോഷണൽ കണക്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ആണ് പടം എടുത്തേക്കണം. സോ ആ ഒരു രീതിയിൽ പോയി കാണാൻ നോക്കുക. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. സോ യാ, ദാറ്റ്സ് ഓൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അണ്ടിൽ ദെൻ ബൈ.